ഒന്ന് വനിതാ സംവരണം നടപ്പാക്കുന്നതിനോടോ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ പാർലമെൻറ്റിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിനോടോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് എതിർപ്പുണ്ടാകേണ്ടുന്ന സാഹചര്യമേ ഇല്ല എന്ന് നമ്മൾ ആദ്യം കാണണം. അതായത് എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സന്തോഷമേ ഉണ്ടാകും അവരവരുടെ കൂടുതൽ ആളുകളെ സഭയിലേക്ക് എത്തിക്കാൻ. കൂടുതൽ ആളുകൾ ഇരിക്കുന്നൊരു പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 20 ലോക്സഭാ സീറ്റുകളുള്ളിടത്ത് 30 ലോക്സഭാ സീറ്റുകളാകുന്നതിൽ ഏത് പാർട്ടിക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക? കേരളത്തിൽ ഈ 140 നിയമസഭാ മണ്ഡലങ്ങൾ 210 ആകുമെന്നാണ് പറയുന്നത്. അങ്ങനെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൂടുതൽ ആർക്കാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക? അവർക്ക് കൂടുതൽ നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റും, കൂടുതൽ ആളുകളെ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ആർക്കും എതിർപ്പുണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഈ വനിതാ സംവരണം എന്നതിനോട് എന്തിനാണ് പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്? ഇപ്പോൾ BJPയുടെ ഒരു MLA പോലും ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഈ കേരളം. പക്ഷേ ഇവിടെയല്ലേ 33% സംവരണം ആദ്യവും പിന്നീട് 50% ആക്കിയിട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും നോക്കിയാൽ ഒരുപാട് സ്ത്രീകളുടെ പോസ്റ്ററുകൾ നമ്മൾ കാണും. അപ്പോൾ സന്തോഷത്തോടെ ഇവിടെ സംവരണം നടപ്പാക്കിയിട്ടുണ്ട്. ആരാണ് ഇവിടെ? CPM-ഉം CPI-യും അടങ്ങുന്ന LDF-ഉം കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF അല്ലേ ഇവിടെ ഭരിക്കുന്നവരാണ്. BJP ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള CPM-ഉം CPI-യും കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സന്തോഷത്തോടെ അവിടെ വനിതാ സംവരണം നടപ്പാക്കിയില്ല. അപ്പോൾ വനിതാ സംവരണത്തോട് ഏതെങ്കിലും കക്ഷികൾക്ക് എതിർപ്പുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതേയില്ല. ഡീലിമിറ്റേഷനോട് ഞാനിപ്പോൾ പറഞ്ഞ കാരണം കൊണ്ട് ആർക്കെങ്കിലും എതിർപ്പുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതേയില്ല. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ അതിസാമർഥ്യം കാണിക്കുകയാണ് ഈ ഭരണപക്ഷം. പ്രധാനമന്ത്രി നിങ്ങൾ വനിതാ സംവരണത്തെ എതിർത്താൽ സ്ത്രീകളുടെ ആൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കും കേട്ടോ എന്നൊക്കെ പറയുന്നത് ഈ അതിസാമർഥ്യ പ്രകടനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് ശ്യാമിലി നടക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. അതായത് എന്തിനാണ് വനിതാ സംവരണം? ഇപ്പോൾ വനിതാ സംവരണം നടപ്പാക്കുന്നത് യഥാർത്ഥത്തിൽ ഡീലിമിറ്റേഷൻ നടപ്പാക്കുന്ന ഒരു കവറാണ് ആയിട്ടാണ് എന്ന് നമുക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം വനിതാ സംവരണം ഡീലിമിറ്റേഷൻ നടപ്പാക്കുകയാണെങ്കിൽ 2031 ഈ സെൻസസ് എല്ലാം പൂർത്തിയായിട്ട് ആ ഘട്ടത്തിൽ മാത്രമേ ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാലാണ് കൃത്യമായിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ട് ഇപ്പോൾ എത്ര ജനസംഖ്യയുണ്ടെന്ന് കൃത്യമായിട്ട് സെൻസസിലൂടെ മനസ്സിലാക്കി സെൻസസ് പൂർത്തിയാക്കി അതിനുശേഷം ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാലാണ് അത് ശരിയായ ഡീലിമിറ്റേഷൻ ആവുക. പക്ഷേ അത് സംഭവിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുന്ന എന്തിനാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. 2029 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിൻ്റെ ആനുകൂല്യം, ഇതിൻ്റെ ലാഭം ഈ BJPക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് എടുക്കണം. ഇതിൻ്റെ ലാഭം സമ്പൂർണ്ണമായിട്ടും അവർക്കാണ് ഉണ്ടാവുക എന്ന കാര്യം ഇതിനകം തന്നെ ഈ എതിർ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിലൂടെ നമുക്ക് വ്യക്തമാണ്. കാരണം എന്താണ്? അതായത് അവരുടെ രാഷ്ട്രീയത്തിന് വലിയ ശക്തിയുള്ള സംസ്ഥാനങ്ങളിലാണ്, ഉത്തർപ്രദേശ് അടക്കമുള്ള ഈ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റെണ്ണം ഉയരുക. അവരുടെ രാഷ്ട്രീയത്തെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന ഈ തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും സീറ്റെണ്ണം കുറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 2029 നടപ്പാക്കിയാൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനസംഖ്യാനുപാതികമായിട്ട് ഡീലിമിറ്റേഷൻ നടപ്പാക്കിയാൽ കൂടുതൽ സീറ്റുകൾ ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ബെൽറ്റിൽ BJPക്ക് സമാഹരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് BJP മാത്രം ഭരിക്കുന്നൊരു സീന് മുന്നിൽ കാണുകയാണ് അവർ. അതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഈ അതിസാമർത്ഥ്യം നടപ്പാക്കിയിട്ട് ഞങ്ങൾ വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൂടെ തന്നെ ഡീലിമിറ്റേഷൻ സംഭവത്തിനെ കൊണ്ടുവരുന്നത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളതിനൊന്ന് പരിശോധിച്ചാൽ ശ്യാമിലി, അതായത് ഡീലിമിറ്റേഷൻ എന്തിനാണ്? പ്രാതിനിധ്യം കൂട്ടാനാണ് അല്ലേ? അതായത് നമ്മുടെ അധികാര പദവിയിലേക്കുള്ള നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ അധികാര ക്ഷേത്രം, അവിടെ ഉള്ള ആളുകളിലെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള അധികാര പദവിയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക എന്നതാണല്ലോ ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡീലിമിറ്റേഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ നാരീശക്തി ബില്ലെടുക്കുക. വനിതാ സംവരണം എന്തിനാണ്? വനിതാ സംവരണം സ്ത്രീകളെ ശക്തിപ്പെടുത്താൻ. സ്ത്രീകൾ ഈ നമ്മുടെ ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള സ്ത്രീകൾക്ക് കൂടുതൽ അവരർഹിക്കുന്ന അധികാര സീറ്റുകൾ കൊടുക്കുക എന്നതാണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രാതിനിധ്യം കൂട്ടാനാണ് നമ്മൾ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുന്നത്. വനിതകൾക്ക് സംവരണം ഏർപ്പെടുന്നത് പ്രാതിനിധ്യം കൂട്ടാനാണ്. പ്രാതിനിധ്യം കൂട്ടിയാൽ എന്താ സംഭവിക്കുക? വനിതാ സംവരണ ബില്ല് ഇപ്പോൾ ഇങ്ങനെ പാസ്സാക്കിയാൽ അതിൻ്റെ കൂടെ ഡീലിമിറ്റേഷൻ കൂടെ വരും. അപ്പോൾ എന്താ സംഭവിക്കുക? യഥാർത്ഥത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കൂടുന്നു എന്ന് പറയുമ്പോൾ പ്രാതിനിധ്യം കിട്ടേണ്ടുന്ന ഒരുപാട് വലിയ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമേ ഇല്ലാത്ത അവസ്ഥ വരും. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. അതായത് BJP ആണല്ലോ രാജ്യം ഭരിക്കുന്നത്. BJPക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഇപ്പോൾ 240 MP-മാരുണ്ട്. 240 MP-മാർ. അതിനകത്ത് ഒരൊറ്റ സിംഗിൾ മുസ്ലിം MP ഇല്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ മൊത്തം രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 14.2%. 2011 സെൻസസിൻ്റെ കണക്കാണല്ലോ നമ്മുടെ കൈവശമുള്ളത്. 14.2% നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ആളുകൾ എന്ന് വെച്ചാൽ ഒരു 172 മില്യൺ ആളുകൾ വരും. അതായത് 2014 ജനസംഖ്യ പ്രകാരം 17,20,00,000 പേര് നമ്മുടെ രാജ്യത്ത്
മുസ്ലിങ്ങളാണ്. അതിപ്പോൾ 2011 ഇതിപ്പോൾ 2026. ഇപ്പോൾ എല്ലാ എല്ലാ ജനവിഭാഗങ്ങളുടെയും സമുദായ വിഭാഗങ്ങളുടെയും ജനസംഖ്യ കൂടിയിട്ടുണ്ട്. മുസ്ലിം ജനസംഖ്യ ഈ 14% എന്നൊക്കെ പറയുന്ന ഒരു 20% എത്തിയിട്ടുണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആളുകൾ കൂടിയിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ട് 172 മില്യൺ എന്നുള്ളത് കൂടുതൽ ആളുകളായിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഈ 2011 ജനസംഖ്യ പ്രകാരം തന്നെയും ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രണ്ടാമത്തെ രാജ്യം, ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ആദ്യത്തെ രാജ്യം ഇന്തോനേഷ്യയാണ്. 23-24% ആണ് അവിടുത്തെ രാജ്യത്തിൻ്റെ. 23-24 കോടി ജനസംഖ്യ അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 17 കോടി 20 ലക്ഷം പേരാണ്. അതൊരു 20 കോടി എന്നൊക്കെ കൂട്ടുക. അപ്പോൾ അത് നമ്മൾക്ക് ശേഷം പോലുമേ പാകിസ്ഥാൻ പോലും ഉള്ളൂ കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള ഏറ്റവും വലിയ രാജ്യം ഇന്തോനേഷ്യയാണ്. രണ്ടാമത് ഇന്ത്യയാണ്. മൂന്നാമതേ പാകിസ്ഥാൻ പോലും ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന ആളുകളിൽ ഈ മുസ്ലിം ജനസാമാന്യമുണ്ട്. ഇവരാരും എവിടുന്നെങ്കിലും ഇവർ പറയുന്ന പോലെ ഇവിടുന്ന് കയറി വന്ന ആൾക്കാരല്ല. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന, ഈ രാജ്യത്ത് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഭരിച്ചിരുന്ന മുഗൾ രാജവംശമായിരുന്നു എന്ന് ആലോചിക്കണം. എന്ന് വെച്ചാൽ മുസ്ലിം രാജവംശങ്ങളായിരുന്നു. അപ്പോൾ അത്രയും കാലം ഇന്ത്യ ഉണ്ടാക്കിയ മനുഷ്യരാണ് ഈ മുസ്ലിം ജനസാമാന്യം. അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കകത്ത് പക്ഷേ അവരുടെ പ്രാതിനിധ്യം 0 ആണ്. 243 എന്ന് പറയുന്ന 240 MP-മാരിൽ ഒരാൾ പോലും മുസ്ലിമില്ല എന്ന് ഓർക്കണം. എന്നാൽ ഇവർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ ഉത്തർപ്രദേശിൽ 255 MLA-മാരുണ്ട് BJPക്ക്. ഇത് ChatGPT നടത്ത് കണക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ ഞാൻ ഇപ്പോഴേ പറയുന്നു. ഉത്തർപ്രദേശിൽ 255 MLA-മാരുണ്ട്, ഒറ്റ മുസ്ലിമില്ല. മധ്യപ്രദേശിൽ 160 MLA-മാരുണ്ട്, ഒറ്റ മുസ്ലിമില്ല. ഗുജറാത്തിൽ 155 MLA-മാരുണ്ട്, ഒറ്റ മുസ്ലിമില്ല. രാജസ്ഥാനിൽ 115 MLA-മാരുണ്ട്, ഒറ്റ മുസ്ലിമില്ല. അസമിൽ 60 ഉണ്ട്, അവിടെ ഒരു മുസ്ലിമുണ്ട്. ആ 60 BJP MLA-മാരിൽ. ഹരിയാനയിൽ 45 ഉണ്ട്, ഒറ്റ മുസ്ലിം MLA ഇല്ല. ഗോവയിൽ 20+ ആണ് BJP MLA-മാരുടെ എണ്ണം, ഒറ്റ മുസ്ലിമില്ല. അരുണാചൽ പ്രദേശ് 45+ ആണ്, ആരുമില്ല. ഇതാണെന്നില്ല ഒറ്റ മുസ്ലിം MLA-മാരില്ല. അപ്പോൾ രാജ്യം ഭരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ 10-20% 20 കോടിയിലേറെ ജനസംഖ്യയുള്ള മുസ്ലിം ജനസാമാന്യത്തിന് ഒരാൾക്ക് പോലും പ്രാതിനിധ്യം കൊടുക്കാത്ത പാർട്ടിയാണ് BJP. അപ്പോൾ പ്രാതിനിധ്യം അവരുടെ പാർട്ടിയിൽ തന്നെ നിഷേധിച്ചിരിക്കുകയാണ്. അവർ ഹിന്ദുത്വ പാർട്ടിയായിട്ടാണ് സ്വയം അടയാളപ്പെടുന്നത്. അപ്പോൾ അവർക്കാണ് ഈ പറയുന്ന ഡീലിമിറ്റേഷൻ നടത്തിയാൽ വീണ്ടും അധികാര പദവിയിൽ കൂടുതൽ ശക്തി കിട്ടുക. എന്തുകൊണ്ടാണ്? കാരണം ഉത്തർപ്രദേശ് അടക്കമുള്ള ഹിന്ദി ബെൽറ്റിൽ അവർ കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള, ഇപ്പോൾ അദ്ദേഹം അമിത്ഷാ പറഞ്ഞല്ലോ അഖിലേഷ് യാദവിനോട്, നിങ്ങൾ കൊടുത്തോളൂ, എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും സീറ്റ് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചല്ലോ. അത്തരം പാർട്ടികളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ന് നമ്മൾ കേരളവും തമിഴ്നാടും അടക്കമുള്ള ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമായിട്ട് കണ്ടിട്ട് ആ ബഹുസ്വര സമൂഹത്തിൻ്റെ നിശ്ചിത ശതമാനത്തിലുള്ള ആളുകൾക്കെല്ലാം പ്രാതിനിധ്യം കൊടുക്കണമെന്ന മഹത്തായിട്ടുള്ള നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ ചിന്ത വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ അവരുടെ ശക്തി വെട്ടിക്കുറക്കുകയാണ് ഇവർ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ് ഇന്ത്യ എന്ന് വെച്ചാൽ? ഈ മഹത്തായ രാജ്യം ഈ പതിറ്റാണ്ടുകളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, ആയിരത്താണ്ടുകളായിട്ട് ബഹുസ്വര സമൂഹമാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളും, സെമിറ്റിക് മതങ്ങളായ മുസ്ലിം, ക്രിസ്ത്യാനിറ്റി, ജൂതമതം, ഇവിടെ മാത്രമുള്ള ഹിന്ദുമതം, ഇവിടെ നിന്നുണ്ടായ ബുദ്ധമതം, ജൈനമതം എന്നിങ്ങനെ പ്രധാനപ്പെട്ട 6 മതങ്ങൾ ഇവിടെയുണ്ട്. എത്രയോ സാധാരണമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ, ആദിവാസി സമൂഹങ്ങളുടെ വിശ്വാസ പ്രമാണം, ഇങ്ങനെ ബഹുസ്വരതയുടെ അങ്ങേ തലയാണ്. എത്രയാണ്? 22 ഭാഷകൾ സംസാരിക്കേണ്ട ഔദ്യോഗികമായിട്ടുള്ള അംഗീകരിച്ച ഭാഷ. 121 ഭാഷകൾ ആകെ ഉണ്ടെന്നാണ് കാണുക. 22 അംഗീകരിച്ചിട്ടുള്ളെങ്കിലും ഔദ്യോഗിക ഭാഷകളായിട്ടുള്ള 1600ഓളം ചെറിയ ഭാഷകളും ഭാഷാ വൈവിധ്യങ്ങളും എന്ന് വെച്ചാൽ സ്ലാങ്സും ഒക്കെയുള്ള ഒരു മഹത്തരമായ രാജ്യമാണിത്. ഈ മഹത്തരമായ രാജ്യത്തിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം എല്ലാം കൊണ്ടുവരേണ്ടുന്ന ഭരണപദവിയിലേക്കുള്ള പാർട്ടി പക്ഷേ ഹിന്ദു എന്ന് പറയുന്ന മതത്തിനകത്തുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് കൊടുത്തിട്ട് അവരെ മാത്രം വിജയിപ്പിച്ച് വരികയാണ്. എന്ന് വെച്ചാൽ ഈ രാജ്യം എന്താണോ ആയിരത്താണ്ടുകളായിട്ടുള്ളത്, ഈ ബഹുസ്വരതയെ നിഷേധിക്കുക. ഈ രാജ്യം എന്താണോ ഈ ബഹുസ്വരതയെ അംഗീകരിച്ചിട്ടുള്ളൊരു മഹത്തരമായ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത്, അതിനെ നിഷേധിക്കുക. അതിനെ നിഷേധിച്ചിട്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി കൂട്ടാനുള്ള പണിയാണ് അതിസാമർത്ഥ്യ പ്രകടനത്തിലൂടെ BJPയുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. ഇതിനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യം എന്ന സംഗതിയുടെ ആശയത്തിൻ്റെയും ഈ രാജ്യം എന്ന ഫിസിക്കൽ എൻറ്റിറ്റിയുടെയും കടക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണ് എന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്, പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അപ്പോൾ പരിഹസിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തോളൂ സീറ്റ് എന്ന്. അഖിലേഷ് യാദവാണ് ഇന്ന് സംസാരിച്ച നേതാക്കളിൽ എല്ലാവരും എതിർക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അഖിലേഷ് യാദവാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചത്, ഒരു പോയിന്റ് മുന്നോട്ട് വെച്ചത്. എന്താ? നിങ്ങൾ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ, ഈ അരികവൽക്കരിക്കപ്പെട്ടിരുന്ന സ്ത്രീ എന്ന ജനസാമാന്യത്തിൻ്റെ പ്രാതിനിധ്യം യഥാവിധി കൂട്ടാൻ വേണ്ടിയിട്ടൊരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ
ഒരുപക്ഷെ ഇതിലേറെ പ്രാതിനിധ്യം വേണ്ടുന്ന വലിയ ജനവിഭാഗങ്ങളെ നിങ്ങൾ പ്രാതിനിധ്യത്തിന് അകറ്റുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അഖിലേഷ് യാദവ് അവിടെ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് എതിർക്കപ്പെടേണ്ടതാകുന്നത്. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും ഒന്ന് എതിർക്കപ്പെടട്ടെ എന്നാണ്. വല്ലാത്ത തോതിൽ എതിർക്കപ്പെട്ടിട്ട് അവിടെ ഇത് ബില്ല് പാസ്സാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന അനേകായിരം ഇന്ത്യക്കാരിൽ ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ട്, തമിഴ്നാടിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം അല്ലെങ്കിൽ തന്നെ ഡൽഹിയിൽ ചെന്നാൽ വളരെ ദുർബലമാണ്. നമ്മുടെ ഭാഷ അവരുടെ ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ കുറെ കൂടെ ദുർബലമായി. കാരണം അവിടെ ചെന്ന് ഹിന്ദിയിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഹിന്ദി ബെൽറ്റിൻ്റെ ആധിപത്യമാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയെ മെച്ചപ്പെടുത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മികച്ച തോതിൽ ചെയ്ത ആളുകളാണ് നമ്മളും തമിഴ്നാട് ഉൾപ്പെടെയുള്ള. അതിൻ്റെ ഭാഗമാണല്ലോ ജനസംഖ്യയെ പിടിച്ചു നിർത്തണം, ജനസംഖ്യ വിസ്ഫോടനം ഉണ്ടാകുന്നു, അതുകൊണ്ട് ജനസംഖ്യയെ പിടിച്ചു നിർത്തണം, നമുക്ക് രണ്ട് എന്ന മറ്റുള്ള കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ജനസംഖ്യയെ നമ്മൾ കർക്കശമായിട്ടും നന്നായിട്ടും പിടിച്ചു നിർത്തി കൊടുത്തു. അതിനകത്ത് തന്നെയും ഒരു സ്ത്രീ അനുകൂല നിലപാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഏജൻസി, സ്ത്രീകളുടെ ചുമതല അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള അധികാര പദവി അക്കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കുകയാണ്. അതായത് എനിക്കെത്ര കുഞ്ഞു വേണം എന്നുള്ളത് ഞാൻ നിശ്ചയിക്കുക എന്ന നിലയിലേക്ക് സ്ത്രീകളെ കൂടെ ശാക്തീകരിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. അങ്ങനെ ഉണ്ടായതാണ് കേരളം. എന്നിട്ട് ആ കേരളത്തിന് ഇപ്പോൾ 20 നിന്ന് 10 സീറ്റ് കൂട്ടിയേക്കും. ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ 80 സീറ്റുള്ള 120 സീറ്റായിട്ട് വരും. അപ്പോൾ എന്താണതിൻ്റെ, അപ്പോൾ ഇത് ഏത് നിലക്ക് നോക്കിയാലും അങ്ങേയറ്റം അനീതി നിറഞ്ഞൊരു പരിപാടിയാണ് ഈ നടക്കുന്നത് എന്ന് വളരെ വളരെ ദൂരെ നിൽക്കുന്ന, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിദൂരമായിട്ടുള്ള അറിവ് മാത്രമുള്ള, ഈ കാര്യങ്ങളെക്കുറിച്ച് ദൂരെ നിന്നുള്ള മാത്രം നോട്ടമുള്ള നമുക്ക് പോലും മനസ്സിലാവാണ് എന്തൊരു അനീതിയാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഈ രാഷ്ട്രീയ അധികാരം, ഈ മതപരമായിട്ടുള്ള ചിഹ്നങ്ങളെല്ലാം ഉയർത്തി കാണിച്ചിട്ടുണ്ടാക്കിയ രാഷ്ട്രീയ അധികാരം വെച്ചിട്ട് അങ്ങേയറ്റം വലിയ പരിഹാസമാണ് അഖിലേഷ് യാദവിനെ പോലുള്ള ആളുകൾ പ്രധാനപ്പെട്ട പോയിന്റ് ഉന്നയിക്കുമ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ നടപ്പാക്കോ എന്നാണ് പറയുന്നത്. അതായത് എതിർക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അമിത്ഷാ അടക്കമുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ ഇന്ന് പാർലമെൻറ്റിന് മുമ്പാകെ കാണിച്ചു. അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യണം ഈ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് വിചാരിക്കുന്ന, എങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന ഈ ബഹുസ്വര സൊസൈറ്റി, നമ്മുടെ ഭരണഘടന നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബഹുമാനിക്കാനും നിലനിർത്താനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന, നമ്മൾ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യം, ലോകത്ത് എത്രയെത്രയോ ക്രൈസ്തവ രാജ്യങ്ങൾ, എത്രയെത്രയോ മുസ്ലിം രാജ്യങ്ങൾ, എത്രയെത്രയോ മറ്റു തരത്തിലുള്ള മതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യങ്ങൾ, നമ്മുടേത് പക്ഷേ 1600-ലേറെ ഭാഷാ വൈവിധ്യങ്ങൾ, 22 ഔദ്യോഗിക ഭാഷകൾ, 124 മറ്റു ഭാഷാ വലുപ്പമുള്ള ഭാഷകൾ, ഈ പറയുന്ന ആ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളുടെ എല്ലാം വലിയ സൈസ് പ്രാതിനിധ്യം, ഇവിടെ മാത്രമുള്ള അനേകം ആദിവാസി വിഭാഗങ്ങൾ, അങ്ങനെ അങ്ങേറ്റം ബഹുസ്വരമായിട്ടുള്ള ഇതെല്ലാം അടുക്കിക്കെട്ടി നാനാത്വത്തിലെ ഏകത്വം എന്ന മട്ടിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ ഒറ്റ സംഗതിയാക്കിയിട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും പ്രാതിനിധ്യം നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരു മറയായിട്ട് വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരികയാണെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് പ്രാഥമികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അതിശക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു ദിവസമായിരിക്കും നാളെ അവിടെ ചർച്ച നടക്കുമ്പോഴെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.